മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ കാടശ്ശേരി നഗറിൽ സ്ഥാപിച്ച മിനി മാസ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ നടന്നു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് താഹ സ്വിച്ച് ഓൺ നിർവഹിച്ചു. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി നഗറുകളിൽ മിനി മാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്ന പദ്ധതിയുടെ ഭാഗമായി പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ കാടശ്ശേരി നഗറിൽ സ്ഥാപിച്ച മിനി മാസ്റ്റ് ലൈറ്റിന്റെ സ്വിച്ച് ഓൺ മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി എസ് താഹ നിർവഹിച്ചു. പട്ടികജാതി മേഖലയിൽ നാം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്ന ഫണ്ടിൽ പട്ടികജാതി സങ്കേതങ്ങളുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ സങ്കേതങ്ങളിലെ നല്ല വെളിച്ചം ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മിനി മാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടി 2.5 ലക്ഷത്തോളം രൂപയാണ് ഒരു ലൈറ്റിൻ്റെ ആകെ വേണ്ടി വരുന്ന നിർമ്മാണ ചെലവ്. കേരള ഇലക്ട്രിക്കൽസ് ലിമിറ്റഡ് എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഈ ലൈറ്റ് നിർമ്മിക്കാൻ വേണ്ടി കരാറെടുത്തിട്ടുള്ളത്. നമ്മുടെ ബ്ലോക്ക് ഏരിയയിൽ 19 പ്രദേശങ്ങളാണ്, 19 കോളനികളിലായിട്ടാണ്, സങ്കേതങ്ങളിലായിട്ടാണ് ഈ ലൈറ്റുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ളത്. ഈ സങ്കേതങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വെളിച്ചം കിട്ടുക എന്നത് മാത്രമല്ല, ഈ പ്രദേശത്തിൻ്റെ പൊതുവായ ഉന്നമനം കൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ പദ്ധതി ഏറ്റെടുത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ഇവിടെ അദ്ദേഹം പരാമർശിച്ച പോലെ ഒട്ടേറെ വികസന പ്രശ്നങ്ങൾ നാം ജനപ്രതിനിധികൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിലെല്ലാം പ്രധാന തടസ്സമായി നിൽക്കുന്നത് നമുക്ക് അനുവദിക്കപ്പെട്ടുള്ള പദ്ധതി വിഹിതം, ഫണ്ടിൻ്റെ അപര്യാപ്തതയാണ്. നമുക്കറിയാം, ഇത്തവണത്തെ ഈ സാമ്പത്തിക വർഷം പദ്ധതി പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടിപ്പോൾ ജൂലൈ മാസം അവസാനിക്കാറായി. ആദ്യത്തെ 2-3-4 മാസക്കാലം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വന്നു. തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു, അതിനുശേഷം നടന്ന അസംബ്ലി തിരഞ്ഞെടുപ്പ് നടന്നു. ആ തെരഞ്ഞെടുപ്പിൽ പെരുമാറ്റച്ചട്ടമുള്ളതുകൊണ്ട് തന്നെ പ്രവർത്തനങ്ങളൊന്നും നടക്കില്ല. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം പഞ്ചായത്തുകളുടെ പ്രവർത്തനം ആരംഭിക്കേണ്ട സമയമായിട്ട് പോലും നമ്മുടെ പ്രവർത്തനം നടക്കാൻ കഴിയാത്തത്ര സാമ്പത്തിക പരിസ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഫണ്ട് ഇപ്പോഴും അനുവദിച്ചു എന്നുള്ളതല്ലാതെ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ഫണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല. അത് പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുരളി പച്ചംകുളത്ത് അധ്യക്ഷനായി. ഫസ്റ്റിലെ തീരുമാനിച്ച നമ്മുടെ പത്തിയൂർ പഞ്ചായത്ത് 12-ാം വാർഡിൽ 2 പട്ടികജാതി സംവരണ കേന്ദ്രമാണ്. ഒന്ന് പൊന്നൂരും ഒന്ന് കാടാശ്ശേരി. പിന്നുള്ളത് 7-ാം വാർഡിലാണ്. പിന്നെ 14-ലും 15-ലും 16-ലും ഇല്ല. അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ പെട്ടെന്നൊരു ഇതൊന്നാണ് കാടാശ്ശേരി ദേവീക്ഷേത്രത്തിലേക്ക് ഞാൻ ബ്ലോക്ക് മെമ്പറായതിനു ശേഷം ആദ്യമായി കിട്ടിയ ആ സംരംഭമാണ് ഈ ഹൈമാക്സ് ലൈറ്റ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്ത് മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വിജിത വിജയൻ, ഹരികുമാർ, ശ്രീജിത്ത്, ഗോപിനാഥപിള്ള, രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. CDNet ന്യൂസ്, കായംകുളം.